അളിയൻ എന്തിനാ ഇങ്ങോട്ട് വരാൻ പോയേ? പിന്നെ വരാതെ കുഞ്ഞളിയൻ അവിടെ നിൽക്കുമ്പോ എനിക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ആ എന്തായി ചോദ്യം ചെയ്യല്? മറ്റവനെ വിളിച്ചിട്ടുണ്ട്, ആ ശരത്തിനെ. അവനും കൂടി വന്നതിന് ശേഷമേ നമുക്കിവിടുന്ന് പോകാൻ പറ്റൂ. നീ ആയിരിക്കും എന്റെ പേര് പറഞ്ഞെടുത്തതല്ലേ? എടാ, തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും നിനക്ക് പുത്തിരി അല്ലായിരിക്കും. എനിക്കങ്ങനല്ല. കല്യാണം നിശ്ചയിച്ചിരിക്കുക എന്റെ. പെണ്ണിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ടായാ അതോടെ എന്റെ ഭാവി അവിടെ തീരും. എടാ, നിന്റെ ഭാവി അല്ലെങ്കിലും തീരും. നീയേ അകത്താവാൻ പോകുന്ന ആളാ. അത് നീയാണോ തീരുമാനിക്കുന്നത്? പോലീസ് സ്റ്റേഷൻ അതൊന്നും നോക്കില്ല ഞാൻ. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല, സുഖമാണെന്ന് ചോദിച്ചാ. മൂന്നാളോടും അകത്തേക്ക് വരാൻ പറഞ്ഞു. തന്റെ ഫോണിൽ നിന്നാ റൂബിക്ക് അവസാനമായി കോള് പോയത്. എന്താ അത്? നിങ്ങൾ എന്താ സംസാരിച്ചത്? സാധാരണ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിച്ചതാ. അപ്പോഴാ റൂബി മാഡം എല്ലാം പറഞ്ഞത്. എന്തു പറഞ്ഞു? ബാങ്കിൽ വെച്ച് വല്ലാത്തൊരു അപമാനം സഹിച്ചു എന്ന് റൂബി മാഡം എന്നോട് പറഞ്ഞു. ഇവരെല്ലാരും കൂടി മാഡത്തെ ചതിക്കായിരുന്ന മട്ടില എന്നോട് സംസാരിച്ചത്. നല്ല സങ്കടം ഉണ്ടായിരുന്നു വാക്കുകളിൽ. പക്ഷേ മരിക്കാൻ പോയാരെന്ന് എനിക്കറിയില്ലായിരുന്നു. തനിക്കാരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഉണ്ട് അല്ലേ? ആരാത്? ഇല്ല സാർ, എനിക്കാരും സംശയമില്ല. റൂബി മാഡം ഒരു പാവമായിരുന്നു മാത്രം എനിക്കറിയായിരുന്നു. മറ്റു വിവരങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം ബാങ്കിൽ വെച്ചുണ്ടായ അപമാനം, അതിന്റെ ഷോക്ക്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ റൂബി തന്നെ വിഷം കലക്കി കുടിച്ചു അല്ലേ? അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നത് അല്ലേ? എനിക്കറിയില്ല സാർ, അറിയാത്ത കാര്യങ്ങൾ പറയരുതല്ലോ. റൂബി നിങ്ങളുടെ സുഹൃത്തല്ലേ? നിങ്ങൾ എന്താ കരുതുന്നേ? റൂബി ആത്മഹത്യ ചെയ്യില്ല സർ. അപ്പം കൊലപാതകമാണല്ലേ? എനിക്കറിയില്ല സർ. വക്കീലിനും ഇതിൽ കൂടുതലൊന്നും പറയാനില്ലല്ലോ. ഇപ്പൊ ഒന്നും പറയാനില്ല. എന്ന് വെച്ചാ നാളെ പറയാനുണ്ടെന്ന് അർത്ഥം അല്ലേ? സർ, അന്വേഷണം നടക്കുമല്ലേ? നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പാ, റൂബി ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ഏതായാലും വിശ്വസിക്കുന്നില്ല. അതൊരു മർഡർ തന്നെയാ. ആര് നടത്തിയ മർഡർ? അതെനിക്കിപ്പോ അറിയില്ല. ശരി, ഞങ്ങളെ കണ്ടുപിടിച്ചോളാം. തൽക്കാലം 3 പേരും പൊയ്ക്കോളൂ. വിളിക്കും, അപ്പം വന്നേക്കണം കേട്ടല്ലോ.